എന്തു പറ്റി? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഋതു ബേബീസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഋതു രാവിലെ തന്നെ ഉറക്കെണീറ്റ് അടുക്കളയിലൊക്കെ പോയി ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. എന്തു പറ്റിയൊരു വിഷമം? ഉറക്കെ പറ, എന്തു പറ്റി? പാറ്റ ചത്തോയാ? പാറ്റയുടെ അമ്മ കണ്ടില്ലല്ലോ, ഇത് കാണിച്ചെന്നാണ്. എവിടെ അമ്മ? എടാ പോണ്? നമ്മൾ ഋതുബേബി രാവിലെ ഭയങ്കര വിഷമത്തിലാണ്. പാറ്റ ചത്തുപോയെന്നാണ് പറയുന്നത്. അയ്യോ, പാറ്റ ചത്തുപോയാ? ഇനി എന്തൊരു ചെയ്യും? അത് ചത്തുപോയി. അതുകൊണ്ട് അതിനെ ഉറുമ്പരിക്കണം, പാവം. അതാണ് ഋതുവിന് വിഷമം വന്ന. നമ്മളെന്തേലും ചെയ്യും? പാറ്റയെ തൂത്ത് കളയട്ടാ? പാറ്റേനെ തൂത്ത് കളയട്ടാ? പിന്നെ എടുത്ത് കളയണോ? കൊണ്ട് തൂത്തുകൊണ്ട് കളയട്ടാ? കുഴിച്ചിടണോ? പാവം പാറ്റയല്ലേ. അതാണ് ഋതുവിന് വിഷമം വന്ന. ഋതുബേബി രാവിലെ ഉറക്കെണീറ്റ് വന്നപ്പോൾ അടുക്കളയിലൊരു പാറ്റ ചത്ത് കിടക്കുകയാണ്. അത് കണ്ട് ഋതുബേബി ആകെ വിഷമത്തിലാണ്. അതിനെ തൂത്ത് കളയണ്ട, കുഴിച്ചിടണമെന്നാണ് പറയണത്. അപ്പോൾ ഋതുബേബിയുടെ ആഗ്രഹപ്രകാരം നമുക്കും പാറ്റേനെ കുഴിച്ചിടാം അല്ലേ? പാവം. പാറ്റയുടെ അച്ഛനും അമ്മേ? പാറ്റയ്ക്ക് അച്ഛനും അമ്മയും കാണാൻ പറ്റൂല. പാറ്റ ചത്തുപോയില്ലേ, പാവം. ചത്തുപോയോണ്ടാണ് ഉറുമ്പ് കയറിപ്പോണ. ആര് വിഷമിക്കും? മോൻ്റെ അച്ഛനാണ് വിഷമിക്കണത്. പാറ്റയുടെ അച്ഛനും അമ്മയാണ് വിഷമിക്കണം. പാറ്റയുടെ അച്ഛനും അമ്മയ്ക്കും ഇനി പാറ്റയെ കാണാൻ പറ്റൂല. ഋതുവിന് ഭയങ്കര വെച്ചമായ. ഋതുബേബി ആകെ വിഷമത്തിലാണ്. പാറ്റേനെ എടുത്തോണ്ടോ, കുഴിച്ചിടാം. പതുക്കെ കൊണ്ടുവരി. ഋതുബേബി ആ പാറ്റയെ കുഴിച്ചിടാൻ പോവാണ്. ഒയ്യോ, അത് മേടിക്കണ നിന്നെ ചത്തുപോയില്ലേ, പാവം. അപ്പം നമ്മുടെ ഋതുബേബിയുടെ പാറ്റയെ കുഴിച്ചിടാനായിട്ട് പോവാണ്. ഋതുബേബി പാറ്റയെ പിടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും ചവറ് കോരി അനങ്ങണുണ്ട്. പാറ്റയാണെന്ന് വിചാരിച്ച് ഋതു പേടിച്ചു പോയി. അങ്ങനെ ഋതുബേബി പാറ്റയെ കുഴിച്ചിടാൻ പോകാം. നമ്മൾ പാറ്റയെ കുഴിച്ചിടുന്ന ഇവിടെയാണ്. ഇവിടെ മൊത്തം സിമൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലമേ മണ്ണുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് പാറ്റയെ കുഴിച്ചിടാൻ പോണത്. പാറ്റയെ കുഴിച്ചിടട്ടാ?
ഇത് കുഴി, പാറ്റയെ കുഴിച്ചിടണ്ടേ? നമ്മൾ പാറ്റയ്ക്ക് കുഴിയൊക്കെ കുഴിച്ചു. പാറ്റ ഇടാൻ പോവാണ്. അതിന് ഋതുവിൻ്റെ കൈ ഇരിക്കണ പാറ്റയ്ക്ക് കൊടുക്കണോ? എടുക്കി. ഇപ്പം പാറ്റയ്ക്ക് കളിക്കാൻ കുഴിയിൽ കളിപ്പാട്ടോടെ വെച്ചു കൊടുക്കണമെന്നാണ് ഋതു പറയണത്. കളിപ്പാട്ടം നമുക്ക് വയ്ക്കാം കേട്ടോ. ആദ്യം കുഴിച്ചിടട്ടെ. പാറ്റയ്ക്ക് അപ്പം കളിപ്പാട്ടം വെച്ചു കൊടുത്ത്. പൂ വയ്ക്കണോ? പൂവിടെ പൂ എടുത്ത് വയ്ക്കി. ഇനി ആ കുഴിച്ചെടുത്തത് വയ്ക്കി. അവിടെ വയ്ക്കി. അവിടെ സന്തോഷായ? അപ്പോൾ പാറ്റയെ കുഴിച്ചിട്ട് അവിടെ കുഴിമാടത്തിൽ പൂവൊക്കെ വെച്ചപ്പോൾ ഇത് ബേബിക്ക് സന്തോഷമായി. നമ്മുടെ പാറ്റയ്ക്ക് ഇത് ബേബി പൂവും കളിപ്പാട്ടമൊക്കെ വെച്ചിട്ടുണ്ട് കളിക്കാൻ. ബേബിക്ക് സന്തോഷമായി. ആ സന്തോഷത്തിൽ ഋതു കൊത്തിപ്പറക്കിക്കൊണ്ടിരുന്ന കോഴിയെ ഓടിച്ചു. സഹിയായിട്ട് കോഴി ഋതുവിന് ചെറിയൊരു പണി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുഴിച്ചിട്ടിട്ട് തിരിഞ്ഞു പോയപ്പോൾ തന്നെ ഇവിടുത്തെ കോഴി ഋതു ബേബി വെച്ച പൂവൊക്കെ കൊത്തിപ്പിന്നി തിന്നാൻ തുടങ്ങി. ഋതു ബേബി വിഷമത്തിലാണ്. എന്തു പറ്റി? അയ്യോ, കൊക്കോ തിന്ന തീർത്ത. എന്തിനു തിന്നേന്ന് ചോര്? കൊക്കോയുടെ ചോര് എന്തിനു പൂ തിന്നേന്ന്? എന്തു പറ്റി? എന്ത് വിഷമം? വിഷമം തീർന്നില്ലേ? എന്തു പറ്റി? പാറ്റയ്ക്ക് വെച്ച പൂക്കൊക്കെ കൊത്തി തിന്നാ? അതുകൊണ്ടാണ് വിഷമം? അതുകൊണ്ടാണ് വിഷമം? വിഷമം മാറാൻ അമ്മ ഒരു സാധനം തരട്ടാ? വിഷമം മാറോ? അപ്പം നമ്മുടെ ഋതു ബേബി ഭയങ്കര വിഷമത്തിലായിരുന്നു. വീണ്ടും അവൻ പാറ്റയ്ക്ക് വെച്ച പൂവ് അവൻ്റെ കൊക്കൊക്കെ കൊത്തി തിന്ന്. അങ്ങനെ വിഷമം മാറാനായി നമ്മൾ ഒരു കളിപ്പാട്ടം ഋതുവിന് കൊടുത്തിട്ടുണ്ട്. വിഷമം മാറിയാ? ഋതു ബേബിയുടെ പുതിയ കളിപ്പാട്ടം അൺബോക്സ് ചെയ്യാണ്. സമ്മാനം പൊട്ടിച്ചു നോക്ക്. ഇഷ്ടപ്പെട്ടാ? അപ്പൊ ഇതാണ് നമ്മുടെ ഋതു ബേബിയുടെ പുതിയ കളിപ്പാട്ടം. സന്തോഷായ? കളിപ്പാട്ടം കിട്ടിയപ്പോൾ ഋതു പാറ്റയുടെ കാര്യമെല്ലാം മറന്നു. കളിപ്പാട്ടം ഇഷ്ടായ? വിഷമം മാറിയാ? വിഷമം മാറിയാ? ഇത് മണ്ണ് കോരി ഇട്ടിട്ട് ലോറിയിട്ട് കൊണ്ടുപോകും. ഓക്കെ, മണ്ണ് കോരിയിട്ട് ലോറിയിലിട്ട് കൊണ്ടുപോകും. എല്ലാവരും വീണ്ടും കാണാനേ.